നമസ്കാരം. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. എല്ലായിടത്തും നമ്മളെ സഹജീവികളെ സ്നേഹിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കൊച്ചു കേരളം എന്ത് കാര്യത്തിനും മടിച്ചു നിൽക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത്. ആ ഒരു കാരണത്താൽ തന്നെ പല ആളുകളും വഞ്ചിതരാവുന്നു. കാരണം മറ്റുള്ള ഒരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കാളിയാവുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചിന്തയാണ് നമുക്ക് ഇന്നത്തെ വേണ്ട. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. അതൊരാളുടെ ഒരു പ്രയാസം കാണുമ്പോൾ നമ്മളൊന്നും നോക്കാതെ നമ്മൾ ചെയ്യും. പക്ഷെ ഇന്ന് കൂടുതലും കള്ളത്തരങ്ങളിലൂടെ ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആളുകൾക്കൊരു ശങ്ക, ഒരു സംശയമാണ്, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത്. അപ്പോൾ ഏതൊരു രീതിയിലും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഏതൊരു സംഘടനയോടെ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് സത്യസന്ധമായിട്ടുള്ള ഒരു സംഘടനയാണോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക. പിന്നെ അതിൽ നിന്ന് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക്, അതായത് നമ്മൾക്കും പ്രശ്നങ്ങൾ വരാം. അല്ലാതെ നമ്മളെന്നും മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കും പ്രശ്നങ്ങൾ വരാം. കാരണം നമ്മളും മനുഷ്യരാണ്. നമ്മളും കടന്നു പോകുന്ന വഴികൾ പല പല ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ നമ്മളും പോകുന്നു. എപ്പോഴാണ് നമ്മൾ വീഴുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കും ഒരു ഹെൽപ്പ്, സഹായം ചോദിച്ചാൽ അത് കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മളെ കുടുംബത്തിൽ 14 ജില്ലയിൽ നിന്നുള്ള 14 സ്വഭാവങ്ങളും, 14 സ്വഭാവങ്ങളല്ല, ഓരോ ജില്ലയിലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു കുടുംബമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ കുടുംബത്തിൻ്റെ പേര് CFK ഫാമിലി എന്നാണ്. എല്ലായിടത്തും എത്തണം. നമ്മളെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ വരണം. ആ കുടുംബത്തിൽ നിന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവരും CFK ഫാമിലിയോടൊപ്പം, ക്രൗഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിനോടൊപ്പം ഉണ്ടാവുക. എല്ലാവരും ചേർത്ത് പിടിക്കുക, എല്ലാവരും സ്നേഹിക്കുക. ഇത് കച്ചവടമല്ല, ഇതൊരു സേവനമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഇന്നൊരാളെ സഹായിച്ചാൽ നാളെ ഈ സമൂഹം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവുക.